ഈ പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസമല്ലല്ലേ? അവർ വളർന്നു വന്നിട്ടല്ലേ ഇതിൻ്റെ ഒരു പിന്നോക്കാവസ്ഥ മാറാൻ? അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ കൊടുക്കുന്ന ഔദാര്യമാണോ അവർക്ക്? നമ്മൾ കൊടുക്കുന്ന ഔദാര്യമാണോ? നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണലായി നമ്മൾ കൊടുക്കുന്ന റിസർവേഷന്റെ ഭാഗമായി നമ്മൾ അവരെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ നൽകുന്ന സഹായമാണ് ഈ പദ്ധതികളെല്ലാം. ഈ പദ്ധതികൾ ഞാൻ വിവരിക്കുന്നില്ല. AG റിപ്പോർട്ട് കണ്ടാൽ എത്രയോ സ്ഥലങ്ങളിൽ 2018 കൊടുത്തിരിക്കുന്ന അപേക്ഷ 2022 വരെ പെൻഡിംഗ് ആയിരിക്കുന്നതിന്റെ വിശദ വിവരങ്ങൾ അങ്ങ് എന്റെ പ്രസംഗാന്ത് അങ്ങനെ കൺട്രോൾ ചെയ്യില്ല. അങ്ങനല്ല, അങ്ങ് പറയുന്നതിൽ നിന്ന് പുറകോട്ട് പോയതുകൊണ്ടാണ്. അങ്ങ് തന്നെ ഫ്ലോറിൽ നിരവധി തവണ പറഞ്ഞു ഏറ്റവും കുറവ് വാക്കൗട്ട് സ്പീച്ച് നടത്തുന്ന ആളാണെന്ന്. പ്ലീസ്, അതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യണമെന്നേ ഉള്ളൂ. 13 മിനിറ്റായി. 13 മിനിറ്റ് അവിടെ ഇരിക്കും. അങ്ങ് കൺക്ലൂഡ് ചെയ്യട്ടെ. കൺക്ലൂഡ് ചെയ്യട്ടെ. അവിടെ ഇരിക്കെ കൺക്ലൂഡ് ചെയ്യട്ടെ. രണ്ടാമത്തെ അദ്ദേഹം പറയിച്ചതാണ്, മന്ത്രി തയ്യാറായതല്ല. ഒരു കാരണവശാലും ഇല്ല, ഒരു കാരണവശാലും ഇത് അനുവദിക്കില്ല. ഒരു കാരണവശാൽ അങ്ങ് സഭ നടത്തിക്കൊണ്ടുപോകണോ വേണ്ടെന്ന് അങ്ങ് തീരുമാനിക്കണം. എന്നെ തടസ്സപ്പെടുത്തി അങ്ങ് സഭ നടത്തിക്കൊണ്ടുപോയി. ഞാൻ തടസ്സപ്പെടുത്തിയില്ല. 9ാമത്തെ മിനിറ്റിൽ മാത്രമേ 9ാമത്തെ മിനിറ്റിൽ മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ. അവിടെ ഇരിക്കെ അദ്ദേഹം സംസാരിക്കട്ടെ, കൺക്ലൂഡ് ചെയ്യട്ടെ. ലെറ്റ് ഹിം കൺക്ലൂഡ്. പ്ലീസ്. അവിടെ ഇരിക്കെ. യെസ് അവിടെ ഇരിക്കെ. അല്ല, അവർ കൺക്ലൂഡ് ചെയ്യട്ടെ. കൺക്ലൂഡ് ചെയ്യട്ടെ. വെറുതെ സമയം പോക്കണ്ട. യെസ് ഒന്ന് അങ്ങ് ടീമിനോട് പറ പ്ലീസ്. അങ്ങാണ് എന്റെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിത്തൗട്ട് ഇന്റർവെൻഷൻ യു സ്പോക്ക് 9 minutes വിത്തൗട്ട് എനി ഇന്റർവെൻഷൻ. ഔദാര്യത്തിന്റെ പ്രശ്നമല്ല. വിത്തൗട്ട് എനി ഇന്റർവെൻഷൻ ഫ്രം ചെയർ യു സ്പോക്ക് 9 minutes. It is my right to speak here. I am on my legs. You cannot intervene. Yes. അവിടെ ഇരിക്കെ. ഓക്കെ. അദ്ദേഹം കൺക്ലൂഡ്. ശ്രീ വിൻസൻ ചെയറിൽ പോയിരിക്കെ. സിദ്ദിഖ് ചെയറിൽ പോയിരിക്കെ. അവിടെ പോയിരിക്കാൻ പറ. സിദ്ദിഖ് അവിടെ പോയിരിക്കെ. No. He spoke 9 minutes without any intervention. He spoke 9 minutes. Yes. Please. ടീമിനെ തിരിച്ചു വിളിക്ക്. അവിടെ പോയിരിക്കെ. റോഷിപാൽ, ഇപ്പോൾ മന്ത്രി ഓർ കേളു പറഞ്ഞതിനോടാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഇളവുകൾ അതൊരു ഔദാര്യമായി എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടോ എന്ന സംശയമാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചത്. ഇതിൽ സ്പീക്കറുമായി കൊമ്പുകോർക്കുകയായിരുന്നു സമയത്തിന്റെ കാര്യത്തിൽ. സ്മൃതി, കഴിഞ്ഞ കുറച്ച് ദിവസമായി നിയമസഭയിൽ സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള തർക്കം അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നും സ്പീക്കർ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ഈ വാക്കൗട്ട് പ്രസംഗം അതിനിടയിൽ ഇടപെട്ടത്. ഇന്നലെയും സമാനമായി തന്നെ ഉണ്ടായിരുന്നു. പ്രസംഗം അവസാനിപ്പിക്കാൻ വേണ്ടി സമയം അതിക്രമിക്കുന്നു, പ്രസംഗം അവസാനിപ്പിക്കണം എന്ന നിർദ്ദേശം സ്പീക്കറുടെ ഭാഗത്തുനിന്നുണ്ടായി. സ്പീക്കറുടെ ഇടപെടലാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആ ഒരു പ്രതിഷേധത്തിന് വഴിയൊരുക്കിയത്. ഈ പ്രസംഗിക്കാനുള്ള അവസരം അത് സ്പീക്കറുടെ ഔദാര്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരിച്ചടിക്കുകയായിരുന്നു. പ്രസംഗം കൺക്ലൂഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ തന്നെ
പ്രസംഗം തുടർന്നോളൂ എന്ന് സ്പീക്കർ എൻ ഷംസീർ പറയുകയും ചെയ്തു. അപ്പോഴാണ് ഇത് സ്പീക്കറുടെ ഔദാര്യമല്ല, തൻ്റെ അവകാശമാണ് പ്രസംഗിക്കാനുള്ളത് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിൽ വാക്കുതർക്കം തുടങ്ങി. ആ വാക്കുതർക്കത്തിനിടയിലാണ് പ്രതിപക്ഷങ്ങൾ ഇരിപ്പിടം വിട്ട് എഴുന്നേറ്റത്. തുടർന്ന് പ്രതിപക്ഷ പ്രതിഷേധം തുടർന്നു. പിന്നീട് നടുത്തളത്തിൽ സ്പീക്കറുടെ ഡയസിന് മുന്നിലേക്ക് പ്രതിഷേധമെത്തി. ഇപ്പോഴും സ്പീക്കറുടെ ഡയസിന് മുന്നിൽ നടുത്തളത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട്. സ്പീക്കർ പലവട്ടമായി പ്രതിപക്ഷാംഗങ്ങളോട് ഇരിപ്പിടത്തിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷാംഗങ്ങൾ വഴങ്ങുന്നില്ല. സ്പീക്കറുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് ഇപ്പോഴും സ്പീക്കർക്കെതിരെ മുദ്രാവാക്യം മുഴക്കുകയാണ് നടുത്തളത്തിൽ. സ്പീക്കർക്കെതിരെ നേരത്തെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു. ഇന്നലെയും ബജറ്റ് പ്രസംഗത്തിനിടയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തിനിടയിൽ സ്പീക്കർ ഇടപെട്ടതും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കൗട്ട് പ്രസംഗത്തിനിടയിൽ സ്പീക്കർ എൻ ഷംസീർ ഇടപെട്ടതൊക്കെ വലിയ പ്രതിഷേധത്തിനും സഭയിൽ ബഹളത്തിനും വഴിയൊരുക്കിയിരുന്നു. പക്ഷേ ഇന്ന് ആ തർക്കം കുറച്ചുകൂടി അത് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ ആ തർക്കം മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോഴും പ്രതിപക്ഷം നടുത്തളത്തിൽ ഇടയിൽ ഏതാണ്ട് 10-15 മിനിറ്റോളം സഭാ നടപടികൾ തടസ്സപ്പെട്ടിരുന്നു. പിന്നീട് വീണ്ടും സഭാ നടപടികൾ തുടരുന്നു. ഒരു ഭാഗത്ത് ശ്രദ്ധ ക്ഷണിക്കൽ സഭാ നടപടികളുടെ ഭാഗമായി ശ്രദ്ധ ക്ഷണിക്കൽ ഉണ്ട്. പക്ഷേ മറുഭാഗത്ത് പ്രതിപക്ഷങ്ങൾ നടുത്തളത്തിൽ പ്രതിഷേധം തുടരുകയാണ്. സ്പീക്കർക്കെതിരെ മുദ്രാവാക്യം ഒഴുക്കിക്കൊണ്ടാണ് പ്രതിപക്ഷങ്ങൾ നടുത്തളത്തിൽ തുടരുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് പ്രതിപക്ഷാംഗങ്ങളോട് ഇരിപ്പിടത്തിലേക്ക് മടങ്ങാനുള്ള നിർദ്ദേശം നൽകണമെന്ന് സ്പീക്കർ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ അവഗണിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധമാണ് നടുത്തളത്തിൽ സ്പീക്കർക്കെതിരെ പ്രതിപക്ഷാംഗങ്ങൾ നടത്തുന്നത്.